പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവസത്തിൽ ഒരു തവണ പോലും സ്വർഗസ്ഥനായ ചൊല്ലാത്ത അങ്ങനെയുള്ള ദിവസങ്ങള് മാസങ്ങളായി ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഒരു ദിവസത്തിൽ ഒരു തവണ പോലും ചൊല്ലാത്ത മനുഷ്യരുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ മാസങ്ങളായിട്ട് ചൊല്ലാത്തവര് ഉണ്ടെന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റും. അങ്ങനെയുള്ളവര് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, അവർ ക്രിസ്തുവിനെ പാടെ അവഗണിക്കുന്നുണ്ട്. കാരണം ഇത് കർത്താവ് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന, എന്ത് സുവിശേഷമാണ്. കർത്താവ് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ്. ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ആള് പഠിപ്പിച്ചു തരണമാണ്. എന്നിട്ട് കർത്താവ് പഠിപ്പിച്ച് അതിവിശിഷ്ടമായ പ്രാർത്ഥനയ്ക്ക് പകരം മറ്റെല്ലാം ചേർത്ത് വെച്ചിട്ടും മറ്റെന്ത് ചെയ്തിട്ടും എന്താ, പ്രാർത്ഥിക്കണമെന്നുള്ളത് കൊണ്ടാണല്ലോ കർത്താവ് അത് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥന പഠിപ്പിച്ചു തന്നേ. എന്നിട്ട് പറയാം, എനിക്ക് എൻ്റെ ജോലിയാണ് പ്രധാനം, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി അത് ചെയ്യുന്നുണ്ടല്ലോ ഇത് ചെയ്യുന്നുണ്ടല്ലോ, ഈ പ്രാർത്ഥന മാറ്റി വെച്ചിട്ട് ഞങ്ങൾ വേറെ ഒരുപാട് പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ടല്ലോ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയേക്കാൾ വിശിഷ്ടമായ വേറെ എന്താണ് കർത്താവിനെ പ്രസാദിപ്പിക്കാനുള്ളത്? സുവിശേഷത്തിൽ ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ അതിഭാഷണമൊന്നും വേണ്ട. കാരണം അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. എന്നിട്ടാണ് പറയണേ, നമ്മളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നാലും എൻ്റെ ഇഷ്ടമല്ല, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. എൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, എന്നെ തിന്മയിൽ നിന്ന് രക്ഷിക്കണം, അന്നു വേണ്ട ആഹാരം തരണം. ബേസിക് പ്രേയേഴ്സാണ്. കർത്താവ് ഇങ്ങനെ പെട്ടുപോവാതിരിക്കാനും തളർന്നു പോവാതിരിക്കാനൊക്കെ വേണ്ട കരുതലുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന നിൻ്റെ ഇഷ്ടം നിറവേറിയാൽ മതി എന്നുള്ളത്. ഇത് തന്നെ ഗെത്സമേൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റണില്ല, ഈ ഒരു പാനപാത്രം എടുക്കാനായിട്ട് പറ്റാത്ത വിധത്തിൽ ഞാൻ ദുർബലനാണെങ്കിലും പിതാവേ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറിയാൽ മതി. ഈ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ. അവിടുത്തെ ഇഷ്ടം നിറവേറാനായിട്ടുള്ള പ്രാർത്ഥന സമർപ്പിക്കുന്നതിനേക്കാൾ ജീവിതം സമർപ്പിക്കാനായിട്ട് വേറൊരു മെച്ചമായിട്ടുള്ള മാർഗമില്ലെന്നുള്ളതാ സത്യം. നിൻ്റെ ഇഷ്ടം നിറവേറിക്കോട്ടെ എന്ന് പറഞ്ഞ് ജീവിതം വെച്ചു കൊടുക്കുക. എൻ്റെ പ്ലാനും പദ്ധതിയൊക്കെ ഇങ്ങനെയായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, എങ്കിലും എൻ്റെ അല്ല, നിൻ്റെ ഇഷ്ടം നിറവേറിയാൽ മതി. തല്ലുപിടിക്കാതെയും കലഹിക്കാതെയും കർത്താവിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ, കർത്താവെ ഈ പോകുന്ന പോക്ക് ഇങ്ങനെ തന്നെ പൊക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ, അത്ഭുതങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കാതിരിക്കാൻ ഒരു മനുഷ്യൻ എന്ന് ശീലിക്കുന്നുവോ അന്ന് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി അവൻ ജീവിച്ചു തുടങ്ങുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കർത്താവെ, വചനത്തിൽ അങ്ങ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വിളമ്പിയത് ഭക്ഷിക്കുക, അവിടുത്തെ ഇഷ്ടം നിറവേറിക്കോട്ടെ എന്നുള്ളതാണ്. എന്താണോ ഈ ജീവിതം വിളമ്പി വെച്ചിരിക്കുന്നത്, കുടിയനായ ഭർത്താവ്, കലഹിക്കുന്ന ഭാര്യ, അനുസരിക്കാത്ത മക്കള്, മനസ്സിലാക്കാത്ത മാതാപിതാക്കള്, ചതിക്കുന്ന ചങ്ങാതിമാര്, ഇവരെയൊക്കെ ഇങ്ങനെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനായിട്ട് അവിടുത്തെ ഇഷ്ടം നിറവേറിക്കോട്ടെ എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇതെന്താ ഇങ്ങനെ പോകുന്നു, ഞാൻ ഇത്രയും കാലം ചോദിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പ്രയാസപ്പെടുമ്പോൾ, പരാതി പറയുമ്പോൾ ഓർക്കണം, നമ്മളുടെ മുൻപിലൂടെ കടന്നു പോകുന്ന ഒരു ചെറിയ വഴിയിൽ നിന്ന് മാത്രമാണ് നമ്മൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ രണ്ട് കെട്ടിടങ്ങളുടെ നടുവിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് നോക്കുമ്പോൾ റോഡിൻ്റെ ഒരു ഇത്തിരി ഭാഗം നമുക്ക് കാണാൻ പറ്റും. അതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ, അത് നോക്കിയിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ മുകളിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കുറച്ചുകൂടെയൊക്കെ വിശാലമായിട്ടുള്ള കാഴ്ച ലഭിക്കുന്നുണ്ടല്ലോ. എവിടെ നിന്ന് എപ്പോൾ വണ്ടി വരുമെന്ന് കുറച്ചുകൂടെയൊക്കെ അകലെ നിന്ന് ആൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞൊന്ന് ബ്ലോക്ക് ചെയ്യും നമ്മളെ, അല്ലെങ്കിൽ ഈ വണ്ടി വന്ന് ചിലപ്പോൾ ഇടിച്ചേക്കാം. നമ്മളെപ്പോഴും പരാതിയിലാണെങ്കിൽ നിൻ്റെ ഇഷ്ടം നിറവേറിക്കോട്ടെ എന്ന് അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഇഷ്ടം, തന്നിഷ്ടം നിറവേറണമെന്നാണ് പ്രാർത്ഥിക്കണേ. തന്നിഷ്ടം, അത് മോശം വാക്കെന്നായിട്ട് എടുക്കണ്ട, തൻ്റെ തന്നിഷ്ടം. ഓക്കെ, അത് ആ രീതിയിലൊന്നും എടുത്തിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം നിറവേറിയാൽ മതി എന്നല്ലല്ലോ, നിൻ്റെ ഇഷ്ടം നിറവേറിക്കോട്ടെ എന്നല്ലേ പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ നടക്കുന്നതെന്തും കർത്താവെ അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ, എനിക്ക് പരാതിയില്ല, എനിക്ക് സങ്കടമില്ല, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായി കലാശിക്കുമെന്നുള്ള ഉറപ്പുണ്ട്, ബോധ്യമുണ്ട്. അതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ തളരാതെയും
പരാതി പറയാതെയും സങ്കടപ്പെടാതെയും മുന്നോട്ട് പോകാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന നിരന്തരമായിട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ നേരത്തുമുള്ളൊരു പ്രാർത്ഥനയാക്കി മാറ്റാൻ കൃപ തരണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദത്തിനായിട്ട് നമ്മൾ മുട്ടിന്മേൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന ജീവിക്കാനായിട്ടുള്ള കൃപ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യം പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിയോഗങ്ങളുമില്ലാതെ ഒരാവശ്യങ്ങളുമില്ലാതെ ഒരു ദിവസത്തിൽ ഒരു 3 തവണയെങ്കിലും ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലാൻ പറ്റിയാൽ, അത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ, നിങ്ങൾ നോക്കിക്കോ, ജീവിതം ഇങ്ങനെ കീഴ്മേൽ മറിയുന്നത് കാണാൻ പറ്റും. ഒരു ഉത്കണ്ഠകളും ഇല്ലാതെ ഒരാകുലതകളും കൂടാതെ അവനിങ്ങനെ പരിപാലിക്കുന്നത് അനുഭവിച്ചെറിഞ്ഞ് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. മുടക്കിക്കളയാതെ എപ്പോഴും ഇങ്ങനെ ഈ പ്രാർത്ഥന നെഞ്ചിലിങ്ങനെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ